ഇത്തിരി കൊടുത്താൽ പോവാ. So welcome all of you and now you are watching Eastern Star Magic. അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നല്ല കിടുക്കൻ ഓഡിയൻസ് വന്നിട്ടുണ്ട്. അതിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഫീമെയിൽ പവർ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ വരണേ. കംപ്ലീറ്റ്ലി ചേച്ചിമാര്. വെൽക്കം. എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും സ്വാഗതം. എവിടുന്നാ വരണേ എല്ലാരും? ഞങ്ങള് കോട്ടയം ജില്ലയിൽ നിന്ന് വാഴൂരിൽ നിന്ന് വരുക. എല്ലാരും കോട്ടയംകാരാ? അപ്പൊ കോട്ടയത്തെ റെപ്പ് ചെയ്തുകൊണ്ട് കുറെ പേര് എത്തിയിട്ടുണ്ട്. ശരി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക് ഞങ്ങളൊന്ന് ഷൂട്ട് കണ്ടിട്ട് വരാന്ന് കുറെ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ വന്നിട്ടുള്ളേ. എന്തൊക്കെ കാര്യങ്ങൾ എല്ലാരും പറഞ്ഞു വിട്ടെ. എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയാൻ പറഞ്ഞു. ശരി, ഓക്കെ. അപ്പൊ എല്ലാരും കൂടെ സ്റ്റാർ മാജിക് കാണാം, ഇവിടെ നേരിട്ട് വന്ന് ഷൂട്ട് കാണാം എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താ? എല്ലാവരും നല്ല ഇഷ്ടമായി, പരിപാടിയെ ഇഷ്ടമാണ്. ശരിക്കും എന്താ പറയാ, ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് ആ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. സംസാരത്തെക്കാൾ കൂടുതലായിട്ടും 1 കിലോ ചിരിയാണ് ഫ്രണ്ടില്. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല കട്ട സപ്പോർട്ടിനായിട്ട് നമ്മുടെ ഓഡിയൻസ് ഇവിടെ റെഡിയാണ്. കുറെ ചൂട്ടാപ്പീസ് ഇങ്ങനെ മുകളിലുണ്ട്. എല്ലാവരും ഒരു ഹായ് പറയൂ. ഹായ്. ശരി, അപ്പൊ ഇനി നമ്മുടെ ടീം ക്യാപ്റ്റൻസ് അതുപോലെ തന്നെ ടീം മെമ്പേഴ്സ് നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ദ എന്റെ ടീം മെമ്പേഴ്സ് ടു സ്റ്റാർ മാജിക്. ഡിയോ ഡിയോ ഡിസക 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 ഡിയോ ഡിയോ ഡിസക 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 ഡി చూపుల కోరేటు ఆటల కోరేటు నవ్వుల కోరేటు నడుము కోరేటు కంపాకుతక కావాలంటే ఇస్తాను రిపెట్టు ഡിയോ ഡിയോ ഡിസക ഡിസക ഡിసക 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 ഡിസക ഡിയോ ഡിയോ ഡിസക 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 ഡി ఉప్పు సొప్పుల్సే ఇవి జస్ట్ శాంపుల్సే బడి దాటుకొస్తే చూపిస్తాను చాలా యాంగిల్సే ഡിയോ 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 రరర ഡിയോ ഡിയോ ഡിസക 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 ഡിയോ ഡിയോ ഡിസക 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 ഡി പക്ഷെ എല്ലാവരും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. കാരണം സ്ട്രെങ്ത് വൈസ് നോക്കുമ്പോൾ ഈ സൈഡിൽ സ്ട്രെങ്ത് പവർ വളരെ കുറവാണല്ലോ. എനിക്കറിയാം, അത്രയും മതി. അപ്പൊ ഇതിൽ ആരാ കാന്താരി? ഞങ്ങൾ 3 പേരും കാന്താരിയാണ്. കാന്താരി പെൺകുട്ടികളാണല്ലേ, കള്ളിപ്പൂങ്കുയില്. ശരി, ഓക്കെ. എനിക്കൊരു കാര്യം പറയണം. എന്താണ് പറയൂ. ഡ്രസ് സൂപ്പർ ബൊക്കെ പോലെ ഉണ്ട്. എനിക്ക് ഇതിന്റെ ഒരു മയിൽപ്പീലി ഇറങ്ങണം പുസ്തകത്തിനകത്ത് വെച്ച് പ്രസവിപ്പിക്കുന്നത്. മയിലെ നീ കൊടുക്കുന്നുണ്ടോടാ? ഇവന്റെ ഉത്തരം നമുക്ക് കിട്ടട്ടെ. അന്നല്ലെങ്കിൽ മയിലെ നിന്നെ ഞാൻ നോബി മാർക്കോസ് പറയുന്ന അനുസരിച്ച് നീ തമിഴ്നാട്ടിൽ ഇലക്ഷന് ജയിച്ചാ? തമിഴ്നാട്ടിൽ സാധാരണ ജയിച്ചിട്ട് വരുമ്പോ ഇതുപോലത്തെ നല്ല രസം. അതാണ് ശരി. ഓക്കെ, അപ്പഴേ ഇതുപോലെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കണേ. എന്റെ ഫാഷൻ ഇമിറ്റേറ്റ് ചെയ്തു വെറുതെ രസമല്ലേ? അപ്പഴേ സ്റ്റാർ മാജിക്കില് ഞങ്ങളുടെ തള്ള തുടങ്ങണേക്കാളും മുന്നേ ഈ ഫാമിലിയിലേക്ക് ഒരു ന്യൂ മെമ്പറിനെയും കൂടെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. ഇദ്ദേഹം പറയണ്ടല്ലോ ഇത്ര കാന്താരി മുളകുകൾ മതിന്ന്, പക്ഷെ പോരാ, ഒരു കാന്താരി മുളകിനെയും കൂടെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. കുറച്ച് സിനിമകളിലൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖമാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു ക്രീം. ലെറ്റ്സ് വെൽക്കം ശ്രീവിദ്യ നായർ. I love the way you dance. I love the way you dance. ഞങ്ങളുടെ ടീമിലെ കാന്തൻ. അല്ല, നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ 3 പേരും മാത്രം മതി. ഒരു പുലിക്കുട്ടിയാണ് തരണേ ഞാൻ. യെസ്. അപ്പൊ ഇതിലും ശ്രീവിദ്യ ഇന്ന് മുതൽ നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലിയിൽ എത്തുകയാണ്. ഒരു ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് കുറെ ഫെമിലിയാരിറ്റീസ് തോന്നുന്നുണ്ടാവും. അതെ, ഒരു പഴയ ബോംബ് കഥയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു മുഖം തന്നെയാണ് അല്ലേ? അപ്പൊ വെൽക്കം ടു ഷോ. താങ്ക് യു. ഇപ്പൊ അവർ ഷോ ആയി മാറിയിരിക്കുക സ്റ്റാർ മാജിക്. അപ്പൊ അതിനു മുമ്പ് ഈ ഫാമിലിയിലേക്ക് വന്നപ്പോ ശരിക്കും ശ്രീവിദ്യയെ പറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയും കൂടെ ക്ലിയർ ആയിട്ട് അറിയണമായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ ഫസ്റ്റ് ഓഫ് ഓൾ. പേര് ശ്രീവിദ്യ എന്നാണ്, വരുന്നത് കാസർഗോഡ് നിന്നാണ്. ഒരു പഴയ ബോംബ് കഥ, ഒരു കുട്ടനാടൻ വ്ലോഗ്, മാഫി ഡോണ, ഇപ്പോൾ തല എന്നുള്ള മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫിലിമോഗ്രാഫി. പിന്നാമ്പുറത്ത് എന്താ ചെയ്യണേ ശ്രീവിദ്യ കുട്ടി? ഞാൻ എയർ ഹോസ്റ്റസ് ആയിരുന്നു. പറഞ്ഞോണ്ടിരിക്കുന്നു. മുങ്ങി ജോയിൻ ചെയ്തിട്ട് മുങ്ങി. വെള്ളത്തിലാണ്, ഇത് ആകാശത്തല്ലേ? ലെറ്റർ പോലും കൊടുക്കാണ്ട് മുങ്ങിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിലേക്ക് നല്ല ഓഫർ വന്നപ്പോൾ വീട്ടുകാരോട് മാത്രം പറഞ്ഞു. ട്രെയിനിങ് സമയത്ത് തന്നെ ഞാൻ നേരെ അങ്ങ് ചാടി. ഭയങ്കര മിടുക്കി. ഞാൻ ചോദിക്കട്ടെ, താൻ പോയതിനു ശേഷം എയർലൈൻസ് കമ്പനി ഉണ്ടോ ഇപ്പൊ? ഇല്ല. അതെ, മിടുക്കി കണ്ട കൂടോടെ കൊണ്ടൊക്കെ പോയപ്പോ
എല്ലാ ഫ്ലൈറ്റിന്റെ ചാവി ഇവരെ വീട്ടിൽ കാണും. ശരി, അപ്പൊ ഇതിലും ശ്രീവിദ്യക്കുട്ടി നമ്മുടെ സ്റ്റാർ മാജിക്കില് ഇന്ന് മുതൽ ഉണ്ടായിരിക്കും. സോ വൺസ് അഗൈൻ ഒരു വലിയ ഗൈഡ് കൊടുത്തിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം. ശ്രീവിദ്യയുടെ വീട്ടിൽ ഇതുപോലെ എയർ ഹോസ്റ്റസ് ആയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? അവൻ ആഗ്രഹമുള്ള പണ്ടൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? എയർ ഇന്ത്യയിൽ ഇപ്പോഴും വേക്കൻസി ആണ് അമ്മമ്മയ്ക്ക്. ഹലോ, മാച്ചായിട്ട് മാച്ചായിട്ട് കുട്ടി കട്ടക്ക് അതെ ഞാൻ പറഞ്ഞു അമ്മമ്മയ്ക്ക് ഇപ്പോഴും വേക്കൻസി ഉണ്ട് എയർ ഇന്ത്യയിൽ. കൊച്ചിയിൽ വന്നിറങ്ങുമ്പോൾ ഒരു മതി മുറുക്കാൻ കൊണ്ടുകൊടുത്താൽ മതി. ബാക്കി ശ്രീവിദ്യ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിനിമാ ജീവിതത്തിലോട്ട് വന്നിട്ട് പഴയതാണ് നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടോന്ന്? അതെ, പഴയ ജോലിയാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറഞ്ഞു അയ്യോ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന്. പടം കണ്ടിട്ടാണ് ആ കുട്ടി പറയട്ടെ, എയറോസ്റ്റസ് അല്ലേ, പറയട്ടെ. അയ്യോ കുട്ടിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിരുന്നില്ല, പക്ഷെ ഈ ഒരു ചോദ്യം കേട്ടപ്പോ കുട്ടിക്ക് ഇങ്ങനെ തോന്നുന്നു. പറയൂ പറയൂ. അപ്പൊ നാട്ടുകാർ ഒരുപാട് പേര് ഉപദേശിച്ചു എന്തിനാണ് സിനിമ എപ്പോഴും സേഫ് അല്ല, നമുക്ക് സിനിമ കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. ബോംബ് കഥയുടെ 100 ഡേയ്സിന്റെ ട്രോഫി കൊണ്ടുപോയി ഞാൻ വീട്ടിൽ വെച്ച് വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ആരും പറയാറില്ല. വേറൊന്നും പറഞ്ഞില്ലെങ്കിലും ബൈ പ്രൊഫഷൻ എയർ ഹോസ്റ്റസ് ആയിരുന്നു നമ്മുടെ ശ്രീവിദ്യ. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഇതിലുപരി ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് സ്ത്രീ സുരക്ഷയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതും അതിനുവേണ്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഇത് അറിയാന്നുള്ളത് എനിക്കറിയില്ല. അതിനൊരു വീഡിയോ ഉണ്ട്, നമുക്ക് അത് ഏറ്റവും അധികം കാണാം. കാരണം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അതിന്, എത്രത്തോളം റെലവൻസ് ഉണ്ട് അതിനെന്നുള്ളത് നമുക്കത് കാണാം. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീ സുരക്ഷ തീരെയില്ല, സ്ത്രീകൾ തീരെ സുരക്ഷിതരല്ല എന്നുള്ളൊരു സംസാരമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ സുരക്ഷ ശ്രീവിദ്യയുടെ കാഴ്ചപ്പാട്? ഭയങ്കര നിങ്ങളുടെ ബുദ്ധിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഉത്തരം തരാൻ പറ്റും. ഒരുപക്ഷെ തന്നെ ഒരു വിപ്ലവകരമായിരിക്കുന്ന ഒരു ഉത്തരം തരാൻ സാധിക്കും. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ, അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ആസ് എ പേഴ്സൺ നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. മനസ്സിലായോ? എനിക്കൊരു പിടിയിട്ടില്ല, പക്ഷെ എനിക്ക് തീരെ മനസ്സിലായില്ല. ഒന്നും കൂടി ഇപ്പോൾ നമ്മളെ ഒരാളെ എക്സ്പാൻഡ് ചെയ്ത് ഒന്നും കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ ഒരാള് എന്താ പറയാ, എന്താണ് സ്ത്രീ സുരക്ഷ? സ്ത്രീ സുരക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ അവളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവം. പഠിക്കുന്ന സംഭവം ഈ ക്വസ്റ്റ്യൻ മാറ്റാവോ? ഇപ്പൊ ഒരാൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഞാൻ ആദ്യം നോക്കുക കൂടെയുള്ള നാട്ടുകാരെയാണ്, അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സിനാണ്. ഇവർ ഓടിക്കളഞ്ഞ ഞാൻ പെടും. പക്ഷെ ആദ്യം ഞാൻ ഈ നോക്കുന്നത് സ്വന്തമായിട്ടുള്ള തീരുമാനമാണ്. അല്ലാണ്ട് നീ നോക്കുന്ന ബാക്കിലാരും പറയത്തില്ല. ഇവരെ നോക്കണം, അല്ലെങ്കിൽ ഇവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയണം. ഞാൻ എന്ത് പറയണേ? ഭയങ്കര ജീവിത അനുഭവങ്ങളുള്ള ഒരു കുട്ടിയാണ്. അതെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ. ഇതിപ്പോ കണ്ടല്ലോ, സത്യത്തിൽ എന്താണ് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുതരൂ. അത് പുള്ളി ഇങ്ങനെ ഭയങ്കര കാഷ്വൽ ആയിട്ട് ചോദിച്ചു. സ്ത്രീ സുരക്ഷ ചന്തൊക്കെ ചോദിച്ചാണ്, മക്ബൂല് ചോദിച്ചാണ് എന്റെ അടുത്ത്. അല്ല, മക്ബൂലിന്റെ കാര്യം ഇവിടെ നിക്കട്ടെ, അത് നമ്മുടെ കട്ടച്ചങ്കാണ്, അതൊക്കെ മാറ്റി നിർത്താം. എന്താണ് ആക്ച്വലി ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയണത്? അന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ട്രോൾ കിട്ടിയതാ. അതായത് നമ്മളെല്ലാരും സുരക്ഷിതരായിരിക്കണമല്ലോ, അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ അന്ന് പഠിച്ചതാണ് പുല്ല് മറന്നുപോയി. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പഠിച്ചു വെച്ചതാണോ? ഈ ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുന്ന പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പഠിച്ചില്ല. പഠിച്ചു വെച്ചു. ആരും എഴുതി തന്നത്? അത് ഞാൻ എവിടെ അതല്ലല്ലോ. കുട്ടിയുടെ മനസ്സിന്ന് പോരട്ടെ. സ്ത്രീ സുരക്ഷ അതായത് നിന്നെ മാത്രം ഉദ്ദേശിച്ചാണ് അവർ പറഞ്ഞത്. പറഞ്ഞോളൂ, എന്താണ് ആക്ച്വലി സ്ത്രീ സുരക്ഷ? ഫോം ആയിട്ടോ ഞാൻ എന്ത് പറഞ്ഞാലും കൈയടിച്ചോണേ അവരോടാണ്. അതായത് ഇന്നത്തെ ഒരു സമൂഹത്തില് നമ്മളെല്ലാവരും സുരക്ഷിതരല്ല. അതുകൊണ്ട് ഇത്ര സ്നേഹം നമ്മളെല്ലാരേ സുരക്ഷിതരല്ല. അപ്പോഴാണ് സ്ത്രീ സുരക്ഷ പ്രശസ്താകുന്നത്. പ്രസക്താവുന്നത്. അപ്പൊ നമ്മളെ നോക്കിയില്ലെങ്കിൽ ആരും നമ്മളെ നോക്കാൻ ഉണ്ടാവില്ല. ഇതൊക്കെ ഉള്ളൂ സംഭവം. മുത്താണ്. നമ്മളെങ്ങനെയാണ് നമ്മളെ നോക്കേണ്ടത്? അവിടെ കൈയടിക്കാനായിട്ട് ഒരാളെ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? ഇവിടുന്ന് ഫൈറ്റ് അടിച്ച് കാണിക്കുമ്പോ കൈയടി. ലക്ഷ്മി, എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങി നടക്കാറുണ്ട്, അതിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ രാത്രി പുറത്തിറങ്ങി രാത്രി നടക്കാൻ പാടില്ലെന്ന് ആരോടാ പറഞ്ഞിട്ടുള്ളത്? എന്താണ് ഞാൻ ചോദിച്ച അതിനെ കുറിച്ച് അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്, അല്ല നടക്കാൻ പാടില്ല. എന്നെ വീട്ടിൽ നിന്ന് വിടാറില്ല.
എന്തുകൊണ്ട് കാര്യം എന്താണ്? കാര്യം എന്താണ്? അത് നമ്മള് മീൻസ് അവർക്ക് സമൂഹത്തിനെ കുറിച്ച് അറിയാലോ, നമ്മളവിടെ സുരക്ഷിത. അതെ പറയട്ടെ. അതായത് ഞാനിപ്പോ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ 100% സെക്യൂർ ആണെന്ന് എന്റെ വീട്ടിൽ തോന്നണം. അതവർക്ക് തോന്നണ്ട, അവരുടെ മാത്രം ഫോൾട്ട് ആണ്. നമുക്കൊരു ബോധമൊന്നുമില്ലല്ലോ. കാര്യം സ്വയം സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷെ എന്റെ ലൈഫിൽ ഇതുവരെ ഞാനൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് ആൺപിള്ളേരാണ്. അത് ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നായാലും എന്റെ ആങ്ങളമാരുടെ. അപ്പൊ സുരക്ഷിതല്ലേ കുട്ടി? പക്ഷെ അതിലൊരു അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒരു 1% സൈക്കോസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ സെക്യൂർഡ് അല്ലാത്ത. സൈക്കോ നവീൻ, നോട്ട് ദ പോയിന്റ്. സൈക്കോ അല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയും നന്നായിട്ട് സംസാരിച്ച കൈയടിക്ക്. ആര് പറഞ്ഞു നന്നായി സംസാരിച്ചു? എന്തായാലും സൈക്കോ കുറിച്ച് പറഞ്ഞല്ലോ. ഈ സൈക്കോസിന്റെ വിവിധ അവസാനങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ മമ്മൂക്ക ഫാനാ. ലാലേട്ടന്റെ ഡയലോഗ് ഞാൻ മമ്മൂക്ക ഫാനാ. വെരി അല്ല അങ്ങനെ അല്ല, ഈ സൈക്കോസിന്റെ സൈക്കോ എന്ന ഉദ്ദേശം എന്താണ്? എനിക്കൊന്ന് അറിഞ്ഞാൽ സൈക്കോ എന്ന് പറഞ്ഞാൽ സൈക്കിളിന്റെ ചെറുത്. പറഞ്ഞേക്കണേ ലാലേട്ടനാ, ഞാൻ മമ്മൂക്ക ഫാനാ. അല്ലല്ല സൈക്കോ എന്ന് പറഞ്ഞ അല്ല, ഈ സൈക്കോയും മമ്മൂക്ക. ഞാൻ സൈക്കോസിന്റെ അവസാനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് മമ്മൂട്ടി ഇഷ്ടം. ചോദിക്കുന്നില്ലേ, ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നില്ലേ, നീ ഒരു സൈക്കോ ആണ്. ആര്? നീ ഒരു സൈക്കോ സൈക്കോ. അല്ല, സൈക്കോസിസം നമ്മളെ മമ്മൂക്കായും തമ്മിലുള്ള ബന്ധം പറ. അവര് ബന്ധമില്ല, ലാലേട്ടനാണ് അതുമായിട്ട് ബന്ധം. പിന്നെ മമ്മൂക്ക ഇഷ്ടം എന്ന് പറഞ്ഞ സൈക്കോസ് ലാലേട്ടനായിട്ട് എന്ത് ബന്ധമുള്ളേ? ലാലേട്ടനല്ലേ മണിച്ചിത്രത്താഴിലെ ആ ഡയലോഗ് പറഞ്ഞേക്കണേ. ആ ബന്ധം ഇത് മമ്മൂക്കന്റെ ഡയലോഗ് അല്ല. മമ്മൂക്ക പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അല്ല, ഞാനിപ്പോ മോളെ അപ്പം സ്കിറ്റ് എടുക്കാൻ നമ്മള് വൈകിപ്പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലാലേട്ടന്റെ എല്ലാ ഡയലോഗും പഠിച്ചിട്ടുള്ളതാന്ന് പറഞ്ഞു. മമ്മൂക്കയുടെ സോറി കുറച്ച് ഓക്കെ. അപ്പൊ ഇപ്പൊ തന്നെ മമ്മൂക്കയുടെ ഒരു ഡയലോഗ് പെർഫോം ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ ഒരു കുട്ടി കേട്ടോ. മമ്മൂട്ടിയുടെ എല്ലാ സിനിമയുടെ ഡയലോഗ് അറിയാവുന്ന പാട്ട് മതിയായിരുന്നു. എനിക്ക് പാട്ടിലെ മമ്മൂക്ക പാട്ട് ഞാൻ മമ്മൂക്കാനോട് വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. സൈക്കോസ് അല്ല, എനിക്ക് മമ്മൂക്കാനെ ഇഷ്ടം. കാരണം മമ്മൂക്കാരുടെ എല്ലാ ഡയലോഗും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യും. ഓക്കെ ആണോ? ഒരു മിനിറ്റ്, നമ്മൾ എവിടെന്നാ വന്നെന്നും കൂടെ ആലോചിക്കണം കേട്ടോ. സ്ത്രീ സുരക്ഷയെന്നാണ് ഇവിടം വരെ വന്നു. ഓക്കെ. പൊന്തമാടയിലെ 2 ഡയലോഗ്. പൊന്തമാട സിനിമയിലെ 2 ഡയലോഗ്. സൂപ്പർ പടം, സൂപ്പർ കിട്ടുന്ന ഡയലോഗാണ്. ഇംഗ്ലീഷ് വന്നൊരു കസറ് മമ്മൂക്ക 2 ഡയലോഗ് പറഞ്ഞു. ചെയ്തിട്ടൊന്ന് പറഞ്ഞുതരോ പ്ലീസ്? എനിക്ക് പെട്ടെന്ന് മറന്നു. ക്യാമറ കട്ട് ചെയ്തിട്ട് ഡയലോഗ് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ നിൽക്കണേ, നമ്മൾ അധികം പാനിക് ആക്കണ്ട. എനിക്ക് ഇഷ്ടമുള്ള ഡയലോഗ് മമ്മൂക്കയുടെ പറഞ്ഞോളൂ. സ്ത്രീ സുരക്ഷയിൽ നിന്നും സൈക്കോസിന്റെ വിവിധ അവസ്ഥകളിലേക്ക് എത്തി ലാസ്റ്റ് മമ്മൂക്കയുടെ ഒരു ഡയലോഗ് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ സ്റ്റാർ മാജിക്കിൽ മമ്മൂക്കയുടെ ഇഷ്ടമുള്ളൊരു ഡയലോഗ്. പിന്നെ ഒരു മിനിറ്റ് സൈക്കോസിസ് പ്ലീസ്. കണ്ട ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. കൈയടിക്ക്. ഇതാണോ പഠിച്ചിട്ടുള്ളതല്ലേ? സൈക്കോ, ഇതാണ് റിയൽ സൈക്കോ. നീ ഞങ്ങളെ തോപ്പിക്കാതെ ബാക്കി പറ. അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ്. അടുത്തത് കാരണം ഇങ്ങനെ ഒരു ഒറ്റ വേർഡിലായിട്ട് നമുക്ക് വേണ്ട. എന്റെ ജീവിതത്തില് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരു ഇത്രയും വലിയൊരു ആരാധിക കണ്ട് കൂടെ അഭിനയിച്ച ഇതേ സിനിമയുടെ ഡയലോഗ് ഞങ്ങൾക്ക് അറിയത്തില്ല. പറഞ്ഞത് ആ സിനിമയുടെ ഡയലോഗ്. ചതിക്കാത്ത എന്ത് ചതിക്കാത്ത ചന്തൂന്ന്. ഭഗവാനെ, ഞാൻ എന്നെ ഒന്ന് ശിഷ്യനാക്കോ പ്ലീസ്. ഒന്ന് ശിഷ്യനാക്കോ, ഒന്ന് ശിഷ്യനാക്കോ എന്നെ. നന്നായിട്ടുണ്ട് അപ്പി. നമുക്ക് പുതിയൊരു അനുവിനെ കിട്ടിയേ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളും ഈ ഫ്ലോറിൽ വന്നപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് നമുക്ക് തന്നെ റിലേ കട്ടായിട്ട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് അല്ലേ, ഞങ്ങൾ അറിയാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശരിക്കും പ്രശ്നം എന്താ? ഏത് സിനിമയോ ശരിക്കും പറഞ്ഞു. എനിക്കൊരു കാര്യം, ഈ പറഞ്ഞ ഡയലോഗ് ഏത് സിനിമയിലാണെന്നൊന്ന് തിരുത്തി പറ, റിലേ തിരിച്ചു വന്നിട്ട്. ഒരു മിനിറ്റ് ക്യാമറ കട്ട് ചെയ്യാൻ ക്യാമറ ഫ്രണ്ട് കൈ ഇങ്ങനെ ഉണ്ട്. നോക്കരുത് കേട്ടോ. പ്ലാൻ ചെയ്യോ, സിനിമ പ്ലാൻ ചെയ്യോ. ചതിക്കാത്ത ചന്ദ്രനല്ലേ ചേട്ടാന്ന് കൺഫേം. പുത്തൂരം ഉണ്ണിയാർച്ച. അതല്ല അതൊന്നും അല്ല. അയ്യോ, സാവിത്രിയുടെ അറിയണം. പലരും പലവട്ടം ചന്തുവിനെ സാവിത്രിയുടെ അറിയണം. സാവിത്രിയുടെ അറിയണം. അതല്ല എനിക്കറിയാം. എനിക്ക്
ചിന്തിച്ചോണ്ട് ആരോ മരുണ്ണി ഹരിപ്പാട് ഗ്രാമപഞ്ചായത്ത്. വടക്കം വീരഗാഥ. എനിക്ക് ഈ വീരഗാഥയോ? വടക്കം വീരഗാഥ. ആണോ? ആണോ? സീരിയസ്ലി? അപ്പൊ ഈ ക്യാമറ ഒന്ന് ഓൺ ചെയ്യണേ. ഓക്കെ, ക്യാമറയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ട് എനിക്കറിയാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പറയണം കേട്ടോ. നേരത്തെ നമ്മൾ എടുത്തിട്ടില്ലല്ലോ. ആ ഓക്കെ, ഇത് ഏത് സിനിമയത്? ആലോചിക്കൊന്നും വേണ്ട, വടക്കം വീരഗാഥ. എങ്ങനെ പറയാൻ സാധിക്കണല്ലേ? കാരണം ഓരോ ഡയലോഗ് പറയുമ്പോഴേക്കും പെട്ടെന്ന് സിനിമ പറയാൻ പറ്റുക. ഓ മൈ ഗോഡ്, വലിയൊരു കഴിവാണ്. ശരി, മമ്മൂക്ക ഫാൻ, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു നമ്മുടെ ശ്രീവിദ്യക്കുട്ടിയുടെ അടുത്ത് നമ്മള് മമ്മൂക്കയുടെ ഒരു 10 സിനിമ പെട്ടെന്ന് ഓർമ്മ വരുമ്പോ ഏതൊക്കെയാ പറയാ? റെഡി, 1 2 3 സ്റ്റാർട്ട്. കുട്ടനാടൻ ബ്ലോഗ്. തെറ്റിക്കല്ലേ? കുട്ടനാടൻ ബ്ലോഗ്, വടക്കം വീരഗാഥ, മറ്റേ വാത്സല്യം, മറ്റേ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, നല്ല പടമാണ്, സൂപ്പർ ആണ്. നീ കണ്ടിട്ടുണ്ടാ? ആ ശരിയാണ്, മമ്മൂട്ടി അതിനകത്ത് ഒരു എൻട്രി ഉണ്ട്. മറ്റേ വാത്സല്യം പറഞ്ഞല്ലേ? വാത്സല്യം പറഞ്ഞു. ശ്രീധരന്റെ 1-ാം തിരുമുറിവ്. ക്യാമറ ഇട്ടോ? മാസ്റ്റർ പീസ്. പറഞ്ഞു കൊടുക്കല്ലേ, നിക്ക് സൂപ്പറാണ്. കണ്ട് ഹിന്ദിയാണ്. നിക്ക് അതിലൊരു പാട്ടുണ്ട്, നിക്ക് പിന്നെ പറയൂ. മാസ്റ്റർ പീസ്, അബ്രഹാമിന്റെ സന്തതികൾ, ഷൈലോക്ക്, തമിഴുണ്ട്, യാത്ര. യാത്ര. ഏഴെണ്ണ, ഇനി 3 കൂടെ. പിന്നെ മറ്റേത് ഞാൻ കണ്ടില്ല പടം. ഉണ്ട. നിന്റെ അടുത്ത് പറഞ്ഞ പിന്നെ അതറിയാതെ പറഞ്ഞാണ്. പിന്നെ അല്ല ശരി, 6 ഇനി 4 കൂടെ. പിന്നെ മറ്റേ ഇത്, അയ്യോ ഒരെണ്ണം കൂടെ മതി. 6 ഒരെണ്ണം, വല്യേട്ടൻ. ഇനിയും പറയാം. 5 ഇനി 5 കൂടെ. ശരിയാ, പെട്ടെന്ന് വെച്ചറിയത്തില്ല. മമ്മൂക്ക കേട്ടണി മറ്റേ അവരുടെ കാസർഗോഡ് ഫാൻസ് ക്ലബിന്റെ അരികത്ത് തന്നെ കേട്ടൂല കേട്ടോ. അതെ, അതുകൊണ്ട് ടെലികാസ്റ്റ് യാത്ര ക്യാമറ കട്ട് ചെയ്ത് ക്യാമറ ഒന്ന് പറഞ്ഞു കൊടുക്കുക സിസ്ക, എന്നിട്ട് നേരത്തെ പോലെ പറയട്ടെ. വടക്കം വീരഗാഥ അങ്ങനെ പറഞ്ഞല്ലോ, അത് എനിക്ക് തന്നെ നാണക്കേട്. ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞേ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ. വടക്കം വീരഗാഥ. ആരേ നിങ്ങളുടെ വീട്? ഇനിയിപ്പൊ ക്യാമറ ഓഫ് ടേക്ക് ആണല്ലോ, ഓൺ ടേക്കിൽ പറയാം. വാത്സല്യൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ എന്റെ ഫേവറേറ്റ് മൂവിയാ. കാഴ്ച, സൂര്യമാനസം, കാഴ്ച, രാപ്പകല്. ഓക്കെ, റെഡിയായോ? കൗരവർ ഉണ്ടോ? പപ്പയുടെ സ്വന്തം ഇല്ല, ഉണ്ടില്ല, ഉണ്ടൊക്കെ കിടന്ന് ഉറങ്ങി. നമ്മള് ടേക്ക് എടുക്കാണ് കേട്ടോ. നേരത്തെ റാമിന്റെ പടത്തിന്റെ പേരൻപ്. ആ മതി, ഈ 10 ഒന്ന് തികച്ചാ മതി. റെഡി. ഓക്കെ, ആക്ഷൻ അല്ലേ? രാജമാണിക്യം, പേരൻപ്, യാത്ര, വാത്സല്യം, ഉണ്ട. ക്ലൂ തന്നെ. മാസ്റ്റർ പീസ്, പിന്നെ ഷൈലോക്ക് പറഞ്ഞോ? ഞാൻ അബ്രഹാമിന്റെ സന്തതികൾ പറഞ്ഞോ? കുട്ടനാടൻ ബ്ലോഗ് കഴിഞ്ഞില്ലേ? രാജമാണിക്യം മതിയില്ലേ? ഓക്കെ, ഇതില് മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടമായ സിനിമ ഏതാ? കുട്ടനാടൻ ബ്ലോഗ്. നമ്മൾ അഭിനയിച്ചോണ്ട് ഏതാ? ഉണ്ട പറയാൻ വന്ന ഉണ്ട നല്ല സിനിമ. പേരൻപ് എനിക്ക് ഭയങ്കര ഇഷ്ടം. വാത്സല്യം ഇഷ്ടമാണ്, രാപ്പകൽ ഇഷ്ടമാണ്. എന്തായാലും ആ ഒരു ഇഷ്ടം നമുക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, ലക്ഷ്മി, വാത്സല്യത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഏട്ടനാണ്. കഥാപാത്രത്തിന്റെ പേര്? എന്റെ മെമ്പർഷിപ്പ് കളയൂട്ടോ. ഇന്ത്യൻ പൗരനായിട്ടുള്ള ഫാൻസില് വേണ്ട, ഉണ്ടേല പറ. വാത്സല്യത്തിലെ രാഘവൻ, മേലേടത്ത് രാഘവൻ. എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോ ഞാൻ പാനിക്കാവുന്നതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നേരത്തെ മമ്മൂക്ക മീൻസ് അത്രയും ഹൈപ്പിൽ വെച്ച് അത്രയും വലിയൊരു ഫാനാന്ന് പറഞ്ഞിട്ട് കുറച്ച് പറഞ്ഞപ്പോ അത് കുറഞ്ഞു പോയി ഭയങ്കരമായിട്ട്. നമുക്കൊരു ത്രൂ ഔട്ട് ഒരു ഡയലോഗ് പറഞ്ഞാലോ? ഒറ്റ മമ്മൂക്ക ഫാനാന്ന് ഒന്നും കൂടെ പ്രൂവ് ചെയ്യാം. ദ കിങ് കണ്ടിട്ടുണ്ടോ? അതില് ഡയലോഗ് പറഞ്ഞല്ലോ. ഓക്കെ, ആ പഞ്ചില് ഇല്ല പറഞ്ഞോ, എയർ ഹോസ്റ്റസ് അല്ലേ, ആ ഒരു പഞ്ചില് കുറച്ചുകൂടെ ഉണ്ട്, ആ സാധനം കൂടെ പറഞ്ഞു. വിക്ര കോർപ്പടയും നീ വിലക്കടപ്പെട്ട കുറെ കുണ്ടകൾ കൈകോർത്ത് പിടിച്ച 14 നിന്റെ കാൽക്കീഴിലാണ് തെറ്റിദ്ധരിക്കുക. നിന്റെ ദാട്യമുണ്ടല്ലോ, നിന്റെ നോസിഗേറ്റ് മെഖലമേനിയ. മോഹൻലാൽ എന്താണെന്ന് അറിയണമെങ്കിൽ സ്കൂളിൽ പോകണം. പറഞ്ഞാലും കുഴപ്പമില്ല, സെൻസിബിലിറ്റി മറ്റേതൊക്കെ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിലും മമ്മൂക്കയുടെ കട്ട ഫാൻ ആയിട്ടുള്ള നമ്മുടെ ശ്രീവിദ്യയുടെ ഒരു തീപ്പൊറി പാർപ്പിക്കുന്ന ഒരു ഡയലോഗ്, മമ്മൂക്കയുടെ ഒരു മാസ് എൻട്രി, മാസ് ഡയലോഗ് നമുക്ക് ഇപ്പൊ കേൾക്കാം. സ്റ്റെപ്പിന് മുകളില്
ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. പിന്നെ നോബി ചേട്ടൻ പറഞ്ഞു സെൻസസ് വേണമെന്ന്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു തരുമ്പോ അങ്ങനെ തന്നെ പറയും. ജനങ്ങളെ സെൻസസ് എടുക്കട്ടെ. ഡയലോഗ് ഞാനാവണമെങ്കിൽ ഞാൻ ഇനി എത്ര പിടിച്ചാലും ഞാൻ മമ്മൂക്കയുടെ ഡയലോഗ് ക്യാരക്ടർ എത്ര വരുള്ളൂ. എടീ, മോശമാണ് നീ ചെയ്യുന്നത് ജോലി ചെയ്ത വലിയൊരാള്. പ്ലേറ്റ് ഇവര് റാഞ്ചാത്തത് ഭാഗ്യം. എങ്കിൽ തീവ്രവാദികളെ പ്രാന്തെടുത്ത് കിടന്നു. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് പക്ഷെ നോബി ചേട്ടൻ തെറ്റിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ പിടിച്ച്. ഇന്ത്യയിൽ സെൻസസ് എടുക്കൂലേ ആരും? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? അത് ശരിയാണ്. പക്ഷെ മമ്മൂക്ക അത് വേണ്ടില്ല. എന്നാ പിന്നെ എന്തിനാ ഈ മമ്മൂക്കത് പറഞ്ഞത്? ഞാൻ ഇനി എത്ര പിടിച്ചാലും മമ്മൂക്ക ആവൂല. പക്ഷെ കറക്റ്റ് ആയിരുന്നു, നടത്തൊക്കെ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, എന്തായാലും എനിക്ക് പറയാനുള്ളത് ശ്രീവിദ്യ കുട്ടിക്ക് ഒരു വലിയ കൈഡി കൊടുക്കണം. കാരണം ഈ ഫ്ലോറിൽ ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നിട്ടുണ്ട്. മൂക്കോണ്ട് ഇക്ഷ ഇമ്മാന്ന് വരച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും ഇത്രയും എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടു കൂടി എന്താ എന്ന് തിരിച്ചു ചോദിച്ചിട്ടില്ല. കട്ടക്കായിട്ട് നമ്മുടെ കൂടെ തന്നെ ഈക്വലി പിടിച്ചു നിന്നു കേട്ടോ. പക്ഷെ വേറൊരു കാര്യം, ഇപ്പം ശ്രീവിദ്യയോടെ വന്നതിന് ശേഷം ഒരാളുടെ കഞ്ഞുകൂടി മുട്ടിയിടാം. അല്ല, ഇനിയേട്ടല്ല. ഇനിയേട്ടനാണ് മമ്മൂട്ടിക്ക് ഡൂപ്പായിട്ടൊക്കെ നിൽക്കുന്നത്. കാസർഗോഡ് എവിടെയാണ് വീട്? കാസർഗോഡ് എവിടെയാണ് വീട്? പെരുമ്പളയില്. അവിടെ മൃഗയ റിലീസായ എന്തോ ദൈവം. ശരി, ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് ലാംഗ്വേജില് നമ്മുടെ സ്റ്റാർ മാജിക്കിനെ പറ്റി പറയോ? കണ്ടിട്ടില്ലേ നമ്മുടെ ഷോ? എന്തായിരുന്നു അഭിപ്രായം ആ സമയത്ത്? അത് ലാംഗ്വേജില്, കാസർഗോഡ് ലാംഗ്വേജ്. ശരിക്കും ഞാൻ എന്നെക്കാളും നല്ലോണം അമ്മയാണ് പാങ്ങില് നോക്കല്. അപ്പൊ എന്തിനാ വെച്ചാൽ അമ്മക്ക് നല്ല പാങ്ങ് ഷോല പെരുസാണ്. അപ്പൊ എന്തിനാ വെച്ചാൽ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അമ്മക്ക് വരാൻ കഴിഞ്ഞാ. അപ്പൊ അമ്മ വിളിച്ചു പറഞ്ഞു നീ എന്തായാലും പോകണം, അപ്പിടെല്ലാം എൻ്റെ അന്വേഷണം പറയണം, അപ്പിടെല്ലാം ചോദിച്ചിന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പറയാന്ന് പറഞ്ഞു. അപ്പൊ അമ്മക്ക് വരാൻ കഴിയാത്തതിൽ നല്ലോണം ബേജാറുണ്ട്. പക്ഷെ ഞാൻ പോയിട്ട് പറയും നിങ്ങൾ എല്ലാവരും നല്ല പാങ്ങില് നല്ല ഓഡിയൻസ് എല്ലാം ഉണ്ടായിന്ന് ഞാൻ പറയും. പിന്നെ എന്തിയെ എല്ലാവർക്കും സുഖമല്ലേ? സുഖം. അത് മാത്രം മനസ്സിലായല്ലോ. അല്ല, ഞങ്ങൾക്ക് സുഖമുണ്ട്, നിനക്ക് സുഖമില്ലെന്ന് തോന്നുന്നു. അല്ല, പറ്റിയ സ്ഥലത്ത് തന്നെ വന്നത്. ഈ പാങ് പാങ് എന്ന് പറയുന്നത് പാങ് എന്ന് പറഞ്ഞാൽ പാങ്ങല്ല, പാങ്. പാങ് പാങ് എന്ന് പറഞ്ഞാൽ മലബാർ കഴിക്കുന്ന നല്ല നല്ല മധുരമല്ലേ? ഇപ്പൊ പറഞ്ഞ പാങ് ഞങ്ങളാട്ടിലത് കഴിക്കാനൊന്നും കിട്ടൂല. പിന്നെ പാങ് നിങ്ങൾ നല്ല പാങ്ങുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ പറയത്തില്ല, അതാണ് അർത്ഥം. ഞാൻ പറയത്തില്ല. അത് കറക്റ്റാ പറഞ്ഞടാ. അപ്പിളയോ? അപ്പ്യാന്ന് പറഞ്ഞ അവര്, ഇപ്പ്യാന്ന് പറഞ്ഞ ഇവര്, പിന്നെ ഞാൻ നീയും. നമ്മളോടൊക്കെ അപ്പിയാന്ന് പറഞ്ഞ വേറെ. അല്ല, തിരുവനന്തപുരത്തുണ്ട് പാങ്. അങ്ങോട്ട് തിരുവനന്തപുരത്ത് പാങ്ങെന്ന് പറയും. ഒരു പാങ്ങും ഇല്ലടാ, ഒരു നിവർത്തിയില്ലടാ, നിവർത്തിയില്ല. തൃശ്ശൂരിലൊരു സ്ഥലമുണ്ട് പാങ് എന്ന് പറഞ്ഞിട്ട്. അതെ. ശരി, അപ്പഴേ ശ്രീവിദ്യയുടെ വിശേഷങ്ങൾ ഇവിടെ തീരണമൊന്നുമില്ല. ഞങ്ങൾക്ക് മമ്മൂക്കയുടെ ഡയലോഗ് മാത്രമല്ല പറയാനറിയാം, ഞങ്ങൾക്ക് ഒരു പാട്ട് പാടാനും അറിയാം. നമുക്കറിയാം പാട്ട്, അതുപോലെ സൂപ്പർ ആയിട്ട് പാടും. ഇവിടെ പാട്ട് നല്ല പാട്ട്. ഓർക്കസ്ട്ര വേണോ? വേണ്ട, അവർക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? വേണ്ട വേണ്ട, സംഗീതത്തിൽ കൈവെക്കരുത്. എന്നിട്ട് അമ്മ പറഞ്ഞത് അവര് നിർബന്ധിച്ചാലും പാടല്ലേ പാടല്ലേന്ന്. അമ്മ എന്തൊക്കെ പറഞ്ഞ വിട്ടേ? പാടരുത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലെ പോലെ ഒന്നും ചെയ്യരുത്, നല്ല ഡീസന്റ് ആയിട്ട് പോകുന്ന എന്റെ കയ്യിൽ നിന്ന് പോയി. ഓഡിയൻസ്, നിങ്ങൾ പറയൂ, നമ്മുടെ ശ്രീവിദ്യ പാട്ട് പാടണോ വേണ്ടേ? പാടാൻ ആഗ്രഹമുള്ളവർ കൈവെക്കുക. കണ്ടോ? പാടല്ലേ പാടല്ലേ. ദാസേട്ടന് പോലും ഇത്ര ആരാണ്. എന്റെ കൂടെ പാടണേ. ഉറപ്പായിട്ടും. ഏത് പാട്ടാ? എനിക്ക് ആലോചിക്കട്ടെ. എനിക്ക് പിന്നെ ഈ ശ്രുതിയും താളവും ഒന്നും ഇല്ലാത്തോണ്ട് നിങ്ങൾക്ക് അതുപോലെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. നോബി നല്ല പാങ്ങും അല്ല പാടും. ഏത് പാടല്ലേ? ഹിന്ദി. ഹിന്ദി വേണ്ട, എനിക്ക് മലയാളം തന്നെ മര്യാദക്ക് വരൂല. നിങ്ങൾ നല്ല പാട്ട് പറ, അപ്പൊ നമുക്കത് പാടാം. അല്ല, കുറച്ചു മുമ്പ് സംസാരിച്ച നല്ല മലയാളമായിരുന്നു. മതിയാവും. അത് അക്ഷരം വരൂല. അക്ഷരം വരൂല. അത് വരൂല. മറ്റേ ഈ പാട്ടില്ലേ, ചാഞ്ചാടിയാടി നന്നായി പാടുന്നുണ്ടല്ലോ ചേട്ടാ. ഓവറാക്കണ്ട, ഞാൻ പാടാൻ പോകുന്നു. മക്കളെ, കുഞ്ഞുമക്കളെ, ചേച്ചിതെ ഒരു ഓടരുത് ചാച്ചല്ലേ. ചാഞ്ചാടിയാടി ഉറങ്ങ നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ നീ, ആകാശത്തു ഞാൻ ആട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ നീ, അമ്പോറ്റിയെ കണ്ടോണ്ടിരിക്കുമ്പം കൈ കണ്ട് കുഞ്ഞില് കാണ
കൽക്കണ്ട കുന്നിന്റെ ഉച്ചിയിൽ അമ്പിളി തമ്പ്രാന്റെ കോലവും കാണാൻ ആ കോലോ തട്ടുമ്പോ അവിടെ എന്തൊരു രസമെന്നോ ആ കൽമയുണ്ട് അവിടെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തു കാത്തോരമ്മയിരിപ്പുണ്ട്. കഴിഞ്ഞില്ല. ഞാനേ എത്ര നിർബന്ധിച്ചിട്ട് നാട്ടിൽ ആരും എന്നെ പാടാൻ സമ്മതിക്കില്ലായിരുന്നേ. ഇത്ര ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ട് മൈക്കിൽ എന്റെ ഒരു കോൺഫിഡൻസ്. ഇനി ഒരു പാട്ട് പാടി അവനെ ഉണത്ത്. ഉറങ്ങിപ്പോയ ഒരാള് ആദ്യമായിട്ട് പാടിയപ്പോ ഇത്ര സപ്പോർട്ടും പാട്ടിൽ അലിഞ്ഞു ലയിച്ച ഒരാൾ ഉറങ്ങി. കണ്ടണക്കത്തില്ലെന്തില്ല മേളം ഓഹോ താളം ആഹാ താളം. ഒരു താളമില്ല അമ്മോ. മക്കളെ പറ്റ പാട് പാണ്ടി വേണം പാട്. ഞാൻ ഉറങ്ങുന്ന ഇനിയിപ്പോ നാണമാനൊന്നുമില്ലല്ലോ, എല്ലാം പോയില്ലേ. അല്ലല്ല ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്തോ നാട്ടുകാരെന്തോ എന്തോന്ന് എല്ലാരും ഞാൻ അങ്ങോട്ട് പാടാന്ന് പറയുമ്പോ കാറിൽ പോലും പോകുമ്പോ ആരും പാടാൻ കാരണം എന്തെന്നറിയാമോ, ഓട്ടിക്കുന്ന ആള് പോലും ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് പാടല്ലേന്ന് പറഞ്ഞത്. നല്ല പാട്ടാണ്. ഇനി എത്ര പാട്ട് വേണോ പാടാതെ എന്റെ നാണോ മാനോ പോയെന്ന്. അല്ല എനിക്ക് ആദ്യമായിട്ട് പാടുമ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സ്വസ്ഥ വരുത്തില്ല. അപ്പൊ ഈ പാട്ട് പാടുന്ന നാണോ മാനോ ഇല്ലാത്തോരാ? അവര് നന്നായിട്ട് പാടുന്നവരല്ലേ. നന്നായിട്ട് പാടി അതല്ലേ പാടിയല്ലേ. അപ്പഴേ ഈ ഇങ്ങനെ പലതും പറഞ്ഞ് നവീൻ സൂപ്പിക്കും. അതിൽ വിടരുത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വിത്ത് ചെറിയൊരു ആക്ഷൻ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പാണ്ടിമേളം. ഓക്കെ, അതെനിക്ക് അക്ഷരം തരും കൂടെ പാടില്ലേ? ആ ഇനി വേണമെങ്കിൽ കുറച്ച് വാട്സ് ഓർക്കസ്ട്ര ഓൺ ചെയ്തോളാനാണ് പറഞ്ഞത്. അവിടെ കുളുക്കി ഒന്നുകൂടെ പറയും. പിച്ച് ഔട്ട് ഓർക്കസ്ട്ര എന്നാണ് അവരുടെ പേര്. പിച്ച് ഔട്ട് ഓർക്കസ്ട്ര കിട്ടുള്ളൂ എന്ന് പറയും. ഓർക്കസ്ട്ര ചേട്ടാ പിച്ച് ഔട്ട് ഓർക്കസ്ട്ര ചേട്ടാ അതിട്ടോളൂ. കൊച്ചിയിലെ പ്രശസ്തമായ പിച്ച് ഔട്ട് ഓർക്കസ്ട്ര ലക്ഷ്മി, അത് നീ പറഞ്ഞു കൊടുത്തില്ലേ? എന്താ കമ്പനി പേരാണോ? ഞാൻ അത് പറഞ്ഞ കമ്പനി പേരാണോ? നമ്മുടെ ഗാനമേള ടീമിന്റെ പേരാണ് പിച്ചോട്ട് ഓർക്കസ്ട്ര. അതിലെ സിംഗേഴ്സ് ആണ് നോബി ചേട്ടൻ, ഞാൻ, അസീസ്ക, നെൽസൺ ചേട്ടൻ. നിങ്ങളൊക്കെ പാടുന്നുണ്ടോ? ഞങ്ങള് ഗായകന്മാരാണ്. പാടൂ. നമുക്ക് പാട്ടിമേളത്തിലോട്ട് പോവാം. അതായത് കൊച്ചിൻ പിച്ച് ഔട്ട് ഓർക്കസ്ട്രയുടെ ഗാനമേള ആരംഭിക്കുകയാണ്. അത് പറ. കൊച്ചിൻ പിച്ച് ഔട്ട് ഓർക്കസ്ട്രയുടെ ഗാനമേള ശ്രീവിദ്യ നായരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ഉടനെ അങ്ങനെ അതിർത്തൊക്കെ ഏറ്റെടുത്ത് ഞങ്ങളുടെ കൂടെ കിടപിടിക്കാൻ ഉണ്ടാവണം. ഞാൻ മുകളിലായിരിക്കും, നിങ്ങളുടെ പിച്ച നമ്മുടെയാണ് പ്രശ്നം. ചേട്ടാ നല്ല രീതിയിൽ ഒരു 5 കട്ട പിടിച്ചോളൂ. കട്ട തകയില്ലെങ്കിൽ 2 താവൊക്കെ എടുത്ത് അപ്പുറത്ത് ഞാൻ പോകുമ്പോൾ വന്നേക്കണേ. അറിയില്ല, അതാണ് 1/2 തുടങ്ങിയാൽ മതി. 1/2 എന്ന് പറഞ്ഞാൽ ഇപ്പം പാണ്ടിമേളം. അത് മറ്റേ പാണ്ടിമേളം. ഇതിലേതാ ഇത് നമ്മൾ പറഞ്ഞ 1/2. അല്ലെങ്കിൽ ഒരു കാര്യം പുതിയ കുട്ടിയാണ്.
മൈക്ക് എടുത്ത് വെച്ചിട്ട് A² + B² പാട് അതാകുമ്പോ ആ കുഴപ്പം. അത് കറക്റ്റ് ഒരു നോർമൽ പാണ്ടിമേളം അങ്ങനെ അത് അത്രയൊക്കെ കിട്ടും Easy ആ. പ്ലീസ് അത്രയൊക്കെ കിട്ടും, കിട്ടും, കിട്ടും. അപ്പൊ കുഴപ്പമില്ല പ്ലസ് ബിയിൽ ചെയ്യാം അതെ. പാടൂ ഇതാണോ ഓക്കെ നീ പാടിയാണ് അപ്പൊ A² ചെയ്യാം അല്ലേ മീഡിയം മീഡിയം ഏതോ A+B വേണോ അങ്ങനെ ചോദിക്കണ്ട മിഡിൽ പാടും മീഡിയം അപ്പൊ സീല് പാടിച്ചേ സ്റ്റൈല് പാടണ്ട മധ്യ സ്റ്റൈൽ പാടാം ഓക്കെ എന്നാ മിഡിൽ ആണെങ്കിൽ A² പിടിക്കാം A² പിടിക്കാം. ഓർക്കസ്ട്ര A². ശ്രീവിദ്യയാണ് നയിക്കണേ പ്രശസ്തമായി പിച്ചൗട്ടുകളെ പ്രശസ്തമാക്കി ഒന്നും കൂടെ പറഞ്ഞോളൂ നേതൃത്വത്തിൽ നേരത്തെ പറഞ്ഞില്ലേ അപ്പൊ A² പിടിച്ചോളാൻ പറയൂ കൊച്ചിൻ പിച്ചൗട്ട് ഓർക്കസ്ട്രയുടെ അടുത്ത് ഓർക്കസ്ട്രയുടെ കൊച്ചിൻ പിച്ച് ഔട്ട് ഓർക്കസ്ട്രയുടെ ഗാനമേള ഗാനമേള ആരംഭിക്കുക. ശ്രീവിദ്യ നായരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ജാതിയും പറഞ്ഞു അയ്യോ സോറിട്ടോ വൃത്തിയോടാണ്. ശ്രീവിദ്യയുടെ നേതൃത്വത്തിൽ സത്യം ജാതി പേരൊക്കെ പറയുമ്പോൾ ആൾക്കൂട്ടത്തിൽ തുണിയിടാതിരിക്കുന്ന ഫീലിങ്സ് ശരിക്കും പേരൊക്കെ മാറ്റണം. സത്യമാണ്. ആ ആരംഭിക്കുകയാണ്. ആരംഭിക്കാം. പിച്ച് A². ഞാൻ കുറെ കാലം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. പഠിച്ചിട്ടുണ്ടോ? ഏട്ടൻ പാടുമായിരുന്നു അപ്പൊ ഏട്ടന് കമ്പനിക്ക് വിട്ടതാ പിന്നെ ടീച്ചർ പഠിപ്പിക്കണ നിർത്തി. പക്ഷെ അതുകൊണ്ട് ആ ഗമകൊക്കെ കറക്റ്റാ. പാട്ടിന്റെ ഇത് നോക്കിയിട്ട് B² വേണമെങ്കിൽ ജമ്പ് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. A² നമുക്ക് തുടങ്ങാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ CD ഒക്കെ പോവാം. തുടങ്ങാം. ഓക്കെ 4x4 പാണ്ടിമേളത്തപ്പുണ്ടെങ്കിലും കൊട്ടിപ്പാടുന്നേ. കളിച്ചോ? പാണ്ടിമേളത്തപ്പുണ്ടെങ്കിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അടിപൊളി സിംഗമാണടാ അയ്യാ സ്വാമി. അയ്യോ അവരെവിടെയോ ഞാനെവിടെയോ പോയി. ചേട്ടൻ മര്യാദയ്ക്ക് വായിക്കും ചേട്ടാ. B² നിങ്ങൾ പഠിച്ചിട്ട് വാ. ചേട്ടാ മോശമാണ് അവര് നന്നായിട്ട് അവർ തെറ്റിച്ചതാണ്. ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഇപ്പൊ. അടിപൊളി സിംഗമാണടാ അത് B² അവർ ഷിഫ്റ്റ് ചെയ്തു. ഹലോ ഓർക്കസ്ട്ര പ്ലീസ്. ആ ചേട്ടൻ ചിരിക്കണുണ്ട് പുള്ളി. പുള്ളി ചിരിച്ചോണ്ടാണ് തെറ്റിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് താളത്തിൽ വായിക്കൂ. ആ കുട്ടിയെ തെറ്റിക്കരുത്. അളിയാ ചേട്ടൻ പാടുമായിരുന്നു കമ്പനി കൊണ്ടുപോയിരുന്നു. കമ്പനി പട്ടാളം പിടിച്ചോണ്ട് പോയത്. അയ്യോ ഡിങ്കിരി 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 പട്ടാളം. അതാണ് അത് സൂപ്പർ. പാടാം. ചേട്ടാ അത് ഏത് കട്ടില് പിടിപ്പിക്കണം? അല്ല പറഞ്ഞോ B² വേണോ? അങ്ങനെ ചോദിക്കില്ല എനിക്ക് അറിഞ്ഞോടാ. B² എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി KL 17 പിടി അതാകുമ്പോ മൂവാറ്റുപുഴ സൈഡിൽ തന്നെ തങ്ങിയിരുന്നു. അങ്ങനെയല്ല ഡിങ്കിരി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടെ റേഞ്ച് കൂട്ടാൻ നന്നായിരിക്കും. B² ആണെങ്കിലും C² ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. കുട്ടിയുടെ കൺവീനിയൻസ് നോക്കിയിട്ട് പറഞ്ഞോളൂ. കൊച്ചിൻ പിച്ച് ഔട്ട്. കൊച്ചിൻ പിച്ച് ഔട്ട് ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ ഞാനാണോ ഇന്നും ഞാനാണ് നേതൃത്വം ഫ്ലോപ്പായി പോയി. അവതരിപ്പിക്കുന്ന ഗാനമേള. പിച്ച് പിച്ച് പിച്ച്. ഇവരൊക്കെ വീട്ടിൽ പോവാൻ റെഡി ആയിട്ടാ. അവരെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ പാട്ട്? ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ കൈയടിച്ചേക്ക് എനിക്കൊരു പ്രോത്സാഹനവും. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുതേ വീർപ്പുമുട്ടിപ്പിക്കരുതേ എന്ന്. കുട്ടി പാടട്ടെ. കൈയടിക്കണം കേട്ടോ. ഉറപ്പായിട്ടും കൈയടിക്കണം കേട്ടോ. പ്ലീസ് കൈയടിക്കണേ. ഓക്കെ ലൈൻ അറിഞ്ഞൂടെ? അത് നവീൻ പഠിപ്പിച്ചായിരുന്നു. ഡിങ്കിരി 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 പട്ടാളം ഡുമക്ക് 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 പട്ടാളം കോഴിക്കുഞ്ഞിന പട്ടാളം പട്ടാളം എനിക്ക് ലൈൻ അറിയില്ല. ഒരു കുഴപ്പമില്ല. ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ കൈയടിക്കാന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ നമ്മൾ എല്ലാരും കൈയടിക്കണം. അടിപൊളി ഇനീഷ്യേറ്റീവ് ആണ്. ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമുക്ക് വേണ്ട. എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ സ്റ്റാർ മാജിക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ ഇവിടെ ഫ്ലവേഴ്സ് വിളിച്ചിരുന്നു. നാളെ ടോപ്പ് സിംഗറിൽ ജഡ്ജസ് ആയിട്ട് നിന്നെ വേണോ? അവിടെ ചെന്ന് ഡിങ്കിരി മാത്രം പാടിയാ മതി. ആ കോഴിക്കുഞ്ഞ് എങ്ങോട്ട് പോയാ? ശരി, അപ്പൊ ഇതിലും ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ ഒരു വൈബ് നിങ്ങളിലേക്ക് എത്തിയല്ലോ അല്ലെ? ഇതെല്ലാം ശ്രീവിദ്യ കുട്ടി ശരിക്കും നമുക്ക് എല്ലാവർക്കും കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. നമ്മുടെ കൂടെ ഉള്ള ഒരാളല്ലേ ശരിക്കും കറക്റ്റ് ആയിട്ട് ജെല്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് ആവശ്യം. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലി ആര് വന്നാലും നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാസ്ക് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ കൂടെ കട്ടയ്ക്ക് ജെല്ലാവുന്ന ആൾക്കാർക്ക് മാത്രമാണ്. ആൻഡ് ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് അല്ലെ നമ്മുടെ ഒരു ചക്കരയും മാറിക്കഴിഞ്ഞു. എത്ര വയസ്സായി അത് പറഞ്ഞില്ലല്ലോ? 24 കഴിഞ്ഞു. കല്യാണം പ്രായമായോ? കല്യാണം കഴിക്കായോ? നാട്ടില് നിർബന്ധിക്കുന്നുണ്ട്. ഞാനും എന്താണ് സങ്കല്പം? കേക്കട്ടെ. അങ്ങനെയൊന്നും റിലേഷൻഷിപ്പിലാണ്? അതൊന്നുമില്ല. റിലേഷൻഷിപ്പിലാണ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. എത്രണ്ണം?
അതൊന്നും ഓർമ്മയില്ല. അല്ല, എന്നാലും ഇഷ്ടം പോലെയൊന്നും first ഇല്ലായിരുന്നു. തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഏത് വയസ്സിലാ? അയ്യോ അങ്ങനെ ചോദിക്കില്ല, എന്നെ വീട്ടിൽ കയറ്റൂല. ഓ, പിന്നെ അവർക്ക് അറിഞ്ഞുകൂടാത്ത പോലെ. ഒരു മിനിറ്റ്, ഞാനൊരു സ്ത്രീ സുരക്ഷയെ പറ്റി പറഞ്ഞ ഒരാളാണ് കേട്ടോ. നമ്മൾ ഒരു ഇതിനു മുമ്പ് ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കണേ. അന്ന് ചോദിക്കാൻ പറ്റിയില്ലല്ലോ. ഫസ്റ്റ് ആരോടാണ് ഒരു അഫെക്ഷൻ തോന്നി, ഒരു ക്രഷ് തോന്നി എപ്പോഴായിരുന്നു? ഏത് വയസ്സിലാ? മമ്മൂക്കാന്റെ അടുത്ത് 15 വയസ്സ്. 15 വയസ്സിൽ. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ സിനിമകളിലും ഡയലോഗുകളൊക്കെ വള്ളി പുള്ളി തെറ്റാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ. കാസർഗോഡ് ഭാഷ മെയിൻ, രണ്ടാമത് നമ്മൾ ഈ നല്ല ഭാഷ, സാധാരണ മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷ സംസാരിക്കുന്നത് അല്ലേ. ഞാനൊരു കാര്യം, തൻസ്ലിപ്പാണ് താത്ത തച്ച ചട്ട, ചന്തയിൽ തയ്ച്ച അല്ലെങ്കിൽ ആര് തയ്ച്ച സഞ്ചി, ഇത് ചന്തയിൽ തയ്ച്ച സഞ്ചി. അത് എളുപ്പം, മറ്റേ ഭയങ്കര പാടാ. ഇതാര് തയ്ച്ച സഞ്ചി, ഇത് ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. ശരി, അപ്പോഴേ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയി. നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് എപ്പോഴാണ് 15 വയസ്സിൽ മമ്മൂക്കയോടാണ് ഒരു ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞു. ശരി, എങ്ങനെയാണ് അതായത് വീട്ടുകാർ ഇപ്പൊ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സങ്കല്പങ്ങളൊന്നുമില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്റെ ക്യാരക്ടർ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞു കാര്യങ്ങൾ ഭയങ്കര സന്തോഷം, കുഞ്ഞു കാര്യങ്ങൾ ഭയങ്കര സങ്കടമാണ്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാ. ഒരു കുഞ്ഞുകാരും ഒരു സങ്കടമുള്ള. ഇപ്പൊ ചേട്ടൻ എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരയും. ചേട്ടൻ തോള് തട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷാവും. തോളു എനിക്ക് ചിരി വരും. അല്ല ഇനി വരൂല, ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല. ഏതായാലും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മളെല്ലാരും ചിരിച്ചു കഴിഞ്ഞു അല്ലെ. പക്ഷേ ഇത് റിയൽ ബാറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ അസിസ്കയുടെ ടീമിലേക്ക് നമ്മൾ നമ്മുടെ ശ്രീവിദ്യ അങ്ങോട്ട് തരികയാണ്. എനിക്ക് വേണം ഈ കാന്താരി മുളക്. അതെ അല്ലേ, എടുത്തോളൂ. ശരി, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക് നേരത്തെ പറഞ്ഞില്ല സഞ്ചി, അത് വെച്ചേക്കണം. അളിയാ, ഇനി ഞങ്ങളുടെ ഓരോ ഗെയിമും വളരെ ബുദ്ധിപരമായിട്ട് സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ ഓഫ് യു. ദിസ് ഈസ് ഈസ്റ്റേൺ സ്റ്റാർ മാജിക്. ഇനി കളി മാറാണ് മോനെ. ഓക്കെ, സ്റ്റാർ മാജിക്കിൽ കുറച്ച് നേരം നമ്മൾ ജിമ്മിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ കൈയിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. പക്ഷെ ടിഷ്യൂ വെച്ച് ഒരു എക്സസൈസ് ചെയ്ത് ലാസ്റ്റ് ടിഷ്യൂമിൽ എത്തും. നോക്കാം എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം. മൂവിംഗ് ഓൺ ടു ദി ഗെയിം. ആൻഡ് ഈ ഗെയിമിന്റെ പേര് ടിഷ്യൂ. ശരി, അപ്പൊ ടിഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ടിഷ്യൂ, ഇത് നമ്മുടെ ടിഷ്യൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാ കളിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിൽ നിന്ന് നമ്മളിങ്ങനെ വെള്ളം കോരില്ലേ, അതുപോലെ ഇത് നമ്മളിങ്ങനെ പതുക്കെ കയ്യിൽ റോൾ ചെയ്യണം. ഇത് വെപ്രാളത്തിൽ ഭയങ്കരമായിട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വാല് മുറിഞ്ഞു. അപ്പൊ പിന്നെ ഒന്നേന്ന് പറഞ്ഞാൽ വീണ്ടും തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കയ്യിൽ ഇങ്ങനെ റോൾ ചെയ്യാനായിട്ട്. ഏറ്റവും ആദ്യം റോൾ ചെയ്ത് തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ആൻഡ് ഇടി കൂടരുത്, അപ്പൊ അത് ടിഷ്യൂമിലേക്ക് പോകും. ടിഷ്യൂ വെച്ച് ടിഷ്യൂ കൂടി കഴിഞ്ഞാൽ ടിഷ്യൂ ആവും. അപ്പൊ ഇതിലും രണ്ട് ടീമില് 2 പേരല്ല, ഓരോരുത്തർ വെച്ചിട്ട് വേഗം വന്നു. ഓക്കെ, അപ്പൊ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. ചുറ്റി ഇങ്ങനെ ലൂസായിട്ട് കിടക്കരുത്, മൊത്തം ചുറ്റണം. അതിനറിയത്തില്ല, എന്ത് ചെയ്യാൻ ബുദ്ധിയില്ല. അറിയത്തില്ല, നമ്മള് പറഞ്ഞതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. കിണറ്റിന്ന് വെള്ളം കോരാനല്ല മോളെ പറഞ്ഞ, കയ്യിൽ അത് അവള് ചെയ്യുന്നുണ്ടോ വിചാരിക്കും. Oh my God. അങ്ങോട്ട് നോക്കൂ. വെരി ഗുഡ് ജസീല. അതെല്ലാം കൂടെ ചുറ്റി കയ്യില്, അതെല്ലാം കൂടെ ചുറ്റി കയ്യില് അങ്ങനെ കീറണത് പോയി. നിങ്ങൾ കളിക്കണ്ട, നിങ്ങൾ ജയിച്ചായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി കുറച്ചുകൂടെ വരയ്ക്കാനുണ്ട്. എവിടാ ചുറ്റുന്നില്ല, ഇതിങ്ങനെ കറക്കി നോക്കൂ. അതിലേക്ക് ജസീല ചെയ്യുന്ന നോക്കൂ. ജസീല ചെയ്യുന്ന ഒന്ന് കഴിഞ്ഞു. ഇവിടെയും തീർന്നതെല്ലാം താഴെ കിടക്കുവന്നേ ഉള്ളൂ.
Okay. രണ്ടുപേരും കറക്റ്റ് ബഫർ വന്നപ്പോ തന്നെ തീർത്തിട്ടുണ്ട്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് താഴെയാണ്, ഇവിടെയാണെങ്കിൽ കംപ്ലീറ്റ് കയ്യിലാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് വരാൻ. ഓക്കെ, അപ്പൊ ഇതിലും നമ്മൾ നോക്കുമ്പോൾ പോയിന്റ് സ്കോർ ചെയ്തിട്ടുള്ളത് ജസീലയാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ജസീല. ഇനി ശ്രീവിദ്യയിലേക്ക് വരികയാണ്. ആക്ച്വലി എന്താ സംഭവിച്ചത് കേക്കട്ടെ. ഇല്ല, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഞാൻ വിചാരിച്ച പോലെ വന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൺഫ്യൂഷനായി, ഞാൻ ഒന്ന് പാനിക്കായി. കുഴപ്പമില്ല, ശീലമില്ലാത്തോണ്ട് ശരിയായിക്കോളൂ കേട്ടോ, നോ പ്രോബ്ലം. കുട്ടി വിചാരിച്ചു കുട്ടി ഗെയിം കളിച്ചിട്ട് ശീലമില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടാണ്. ഗെയിം കളിച്ചിട്ടല്ല, കുട്ടിക്ക് ടിഷ്യൂ ഉപയോഗിച്ച് ശീലമില്ല എന്ന് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ ഇന്ത്യനാണ്. ശരി, അവിടെ താങ്ക് യു സോ മച്ച്. അതെ, ടിഷ്യൂവിന് ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്. അത് ടെലികാസ്റ്റ് ചെയ്യല്ലേ കഴിക്കണം. അത് ടെലികാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അത് ആർക്കെങ്കിലും പിന്നെ യൂസ് ആവുമെങ്കിൽ അത് ഗംഭീരമായിരിക്കും. അങ്ങനെ ഒരു അതായത് പറയുന്നു ചേട്ടാ, മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ നമ്മുടെ സാധാ മദ്യമല്ലേ, മദ്യം ഗ്ലാസ്സിൽ ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ലേശം മദ്യം ഒഴിക്കുക. ലേശം മദ്യം ഒഴിച്ചതിന് ശേഷം ഇതെല്ലാവരും ക്ലാസ് ആയിട്ട് കാണുക. ഇത് വീട്ടിൽ പരീക്ഷിക്കുക. പരീക്ഷയുടെ ശേഷം റിസൾട്ട് ഇല്ലെങ്കിൽ തന്നെ 30 രൂപ ഊത്തിരിക്കരുത്. ഇത്ര ഒഴിക്കുക, മദ്യം ഇത്ര ഒഴിച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പർ എടുക്കുക. നല്ല ബാത്റൂമിൽ നിന്ന് എടുക്കണം, അല്ല പഞ്ചായത്ത് അനുവദിച്ച ബാത്റൂമിൽ നിന്ന് ടിഷ്യൂ. ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പർ ആദ്യം ഈ സൈഡ് ഇങ്ങനെ മുക്കുക. എന്നിട്ട് 2 തട്ട് തട്ടി കളയാൻ പാടില്ല, കാര്യം 1200 രൂപ. ഇനി എടുക്കുക, ഈ സൈഡ് മുക്കുക. ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കുക. രണ്ട് മധ്യത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ ടിഷ്യൂ പേപ്പർ കളയുക. എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചിയേഴ്സ് പറഞ്ഞു. പിടുത്തം വരും. പിന്നെ വെള്ളം അടിച്ചാൽ പിടുത്താവൂല്ലേ, സ്മെല്ല് വരില്ല. ഏറ്റെടുത്തോ. എന്നിട്ട് വന്നാൽ ഇവിടെ വന്ന് എന്നെ കൊല്ലാം. അപ്പൊ എന്റെ മരണം ഏകദേശം ഉറപ്പാണ്. അപ്പൊ ഇതിലും ഇപ്പോഴത്തെ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ജസീലയുടെ ടീമാണ്. ദാറ്റ് മീൻസ് 1 point to ജസീല ആൻറ്റി. ഓക്കെ, അപ്പൊ ടിഷ്യൂം നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ കട്ട കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പുറത്ത് ലക്ഷ്മിപ്രിയ, ഇങ്ങനത്തെ അസീസ്. അപ്പോ അസീസ്ക്കാണോ നമ്മുടെ ലക്ഷ്മി ചേച്ചിയാണോ ജയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ടിഷ്യൂ പേപ്പർ എന്തിനൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുക? ഞാൻ ടിഷ്യൂ പേപ്പർ ഫുഡ് കഴിച്ചിട്ട് കൈ തുടയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. കൈ കഴുകാറില്ല? അപ്പൊ അതെ, കൈ കഴുകിയ മുന്നോടിയായിട്ട് തുറക്കാറുണ്ട്. കൈ കഴുകിയതിന് ശേഷം വെള്ളം. ശരി, ഓക്കെ. ലക്ഷ്മി ചേച്ചി മെയിൻ ആയിട്ട് അടുക്കളയിലെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മള് ടിഷ്യൂ എന്ന് പറഞ്ഞ ഗെയിമിലേക്ക് പോകുമ്പോ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അതാ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കാം ആരാണ് ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യണേ എന്നുള്ളത്. ആൻഡ് ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കളത്തിന്റെ പുറത്തല്ല, എവിടെയും പോവാം. അതൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. തോന്നിവാസം കാണിക്കണം പറഞ്ഞിട്ടില്ല. കളത്തിന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ ബാക്കിലൊക്കെ മാറി വരയ്ക്കുമ്പോൾ ഒരു അഴകാണ് കാണാൻ. നമ്മള് ജയിക്കാൻ മാത്രമല്ല, നമ്മള് കളർഫുൾ ആക്കി കളിക്കാറുണ്ട്. അസീസ് ഫൗളാണ്ടാ. ഒരു ഫൗളില്ല. കളത്തിന്റെ പുറത്ത് പറഞ്ഞിട്ടില്ല. കളത്തിന്റെ പുറത്ത് ഇറങ്ങാൻ നന്നായി കളിക്കണം അസിസ്ക. വെരി ഗുഡ്, ബ്രില്യന്റ് പ്ലേ. ഇതിടയ്ക്കിടയ്ക്ക് സ്റ്റേജ് ഷോയിൽ ഈ സ്റ്റെപ്പ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഡാൻസ് ഇപ്പൊ ഉപകാരപ്പെട്ടല്ലേ? ഒരു ചെറിയ സ്റ്റെപ്പാണ്. അപ്പൊ നമ്മളത് വാമനെ വാമനെ സുലൈമാനെ സുലൈമാനെ വാമനെ കയ്യൊക്കെ വാമനെ 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 തങ്ക കുടമേ വാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് അസിസ്ക. സൂപ്പർ. അവിടെ വെള്ളം എന്ത് രസമായിട്ട് ചെയ്യണേ നോക്കൂ. കണ്ടാൽ തന്നെ അറിയാം വീട്ടില് 24/7 ടിഷ്യൂ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന്. ടിഷ്യൂ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ കുഞ്ചിർത്തി ഇടിക്കും. അത്രയും പ്രൊഫഷണൽസ് ആയിരുന്നു ഇവിടെ. സോ ഒരു തരി പോലും മസിസ്ക് നിലത്ത് കളഞ്ഞിട്ടില്ല, ഒരു തരി പോലും സ്പോയിൽ ആയിട്ടില്ല. കണ്ടോ ലക്ഷ്മി ചേച്ചിയുടെ ഒറ്റ ഫാൾട്ട് ഉണ്ട്. അസീസിന് കൊടുത്തത് 100 പേജിന്റെ ടിഷ്യൂം ലക്ഷ്മിപ്രിയ കൊടുത്ത് 200 പേജ്. ഇങ്ങനെ ഓരോ തൊടുന്യായങ്ങളൊക്കെ പറഞ്ഞാലും നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ നിങ്ങൾ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നു. അത്ര ഒരു കലയാണ്. വേറൊന്നുമില്ല, കഴിഞ്ഞ ഞങ്ങളുടെ ടീം അംഗം
ഫുള്ള് ടിഷ്യൂവും തറയിൽ. അപ്പൊ ഞങ്ങളുടെ ക്യാപ്റ്റൻ പറഞ്ഞു, നീ ഒരു ടിഷ്യൂ പോലും തറയെ കളയാതെ നോക്കാം. വേസ്റ്റ് ആക്കരുത്. എന്തായാലും ഈ ഒരു ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും 1-1 ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ടാസ്ക് വൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈയിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു റൗണ്ട് കൂടെ നമുക്ക് കളിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇവർക്കുള്ള കൗണ്ട് ഡൗൺ നമ്മൾ കൊടുക്കാൻ പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. ലോങ് പോ, അല്പം ലോങ് പോ, പതുക്കെ ലോങ് പോ. ബാക്കിലേക്ക് പോവാം. വലിക്കാതെ ഒരുപാട് ലൂസാക്കി. ജിമ്മിൽ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ലേ? സ്പീഡ് വേണ്ട, സ്പീഡ് വേണ്ട, സ്പീഡ് വേണ്ട. നവീൻ ചേട്ടാ അടിപൊളിയായിട്ട് കളിക്കണു. താഴെ നവീൻ ചേട്ടാ അടിപൊളിയായിട്ട് എല്ലാം പൊട്ടിച്ച് നാറായിട്ട്. പതുക്കെ കളിച്ചാൽ മതി, പതുക്കെ കളിച്ചാൽ മതി ചേട്ടാ, പതുക്കെ കളിച്ചാൽ. എത്രാളം വേണ്ട, എത്രാളം വേണ്ട മക്കളെ. ഇപ്പൊ നന്നായിട്ട് കളിക്കുന്ന ഐഷു ആണ്. അങ്ങനെ പോകരുത്, കയ്യിൽ ഊരിപ്പോലെ ചുറ്റുന്നില്ല. കയ്യിൽ തൂരി പോരുത്. അവൻ കഴിച്ചു, അവൻ കഴിച്ചു. നവീൻ ചേട്ടനാണ് ടോട്ടൽ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ലേ. ഒറ്റ തിരിക്കലും കണ്ടു, കംപ്ലീറ്റ് കയ്യിലേക്ക് പോരുന്നത് കണ്ടു. ഇതാണ് ജിമ്മിൽ പോയുള്ള ഗുണം എന്ന് പറയുന്നത്. ആണോ ജിമ്മ? യെസ്, ഓൾറൈറ്റ്. ഐഷു നന്നായിട്ട് കളിച്ചു വന്നായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഒന്ന് നവീൻ ചേട്ടൻ ഒന്ന് ഓവർടേക്ക് ചെയ്തതായിരുന്നു, പക്ഷെ എവിടെയോ ഒന്ന് പാളിപ്പോയി അല്ലേ. നോ പ്രോബ്ലം. അപ്പൊ ഇതിലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നോബി ചേട്ടൻ. കരയരുത്, ആരും കരയരുത്. പുതിയ ചാട്ടം എന്ന് വെച്ചാൽ ഇത്തിരി വേദന ഉണ്ടാവും, സഹിക്കുക. പുതിയ കുട്ടി വന്നിട്ടുണ്ട്, ആ കുട്ടിയെ പാനിക് ആക്കരുത് നമ്മള്. കൈക്കിട്ട് അടിക്കലെന്ന് പറഞ്ഞല്ലോ നിന്റെ അടുത്ത്. താഴെ മുട്ടിന് താഴെ എനിക്കടിക്കണ്ടേ? അല്ല, ഒരു സെക്കൻഡ്, ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാണ്. നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരാൾ, ആ കുട്ടി അടിക്കേണ്ട ആവശ്യമുണ്ട്. അത് നവീൻ ചേട്ടൻ വേണോ? അല്ല, റൂൾസ് ആയിരിക്കണം. കഴിഞ്ഞവണ ഇങ്ങനെ അടിച്ചിട്ടല്ലേ സ്വാസികയ്ക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നേ. ഒന്ന് പതുക്കെ മയത്തിലൊക്കെ അടിക്കുക. പുതിയൊരു കുട്ടിയാണത്. നേരെ നിക്ക്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറാകുമ്പോൾ ഭയങ്കര ഒരു വിഷമാണ്. പക്ഷെ ഈ ഒരു മൊമെന്റിൽ ഏതാനും സെക്കൻഡുകൾക്ക് ഇനി ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താ അറിയോ, നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ടീം ഇതാ പുതിയതായിട്ടുള്ള പുതിയൊരു ചാട്ടം ഇറക്കിയിട്ടുണ്ട്. നല്ല ഫ്രഷ് മിനുക്ക് പണിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ കനലിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് കൊണ്ടുവരാന്നൊക്കെ പറയില്ലേ. നല്ല അടിപൊളി ചാട്ടയാണ്. അപ്പൊ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ആർക്കാ? ആ ടീമിന്. ഉദ്ഘാടനം അത് ഏറ്റുവാങ്ങാൻ ആർക്കാ? ഓക്കേ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ജയിച്ചിട്ടുള്ളത് നോബിചാന്റെ ടീമാണ്. ആദ്യം തന്നെ ഒരു വലിയ കൈ കൊടുക്കാം. അപ്പൊ ഈ ചേട്ടൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇവരാണ്, ഇവരുടെ മേല്. ഓക്കെ, വന്നോളൂ. അയ്യോ ലക്ഷ്മി, ഇവളിവിടെ നിന്നൊരു ഡയലോഗ് അടിച്ചു. ഞാൻ ഇന്നവരെ ഇവിടെ ഈ പരിപാടിക്ക് വന്നത് ചേട്ടൻ, ഇന്നവരെ ഞാൻ ചട്ടവാറിന് അടി മേടിച്ചിട്ടില്ല, ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അന്ന് നിന്നെ വാങ്ങി വെച്ചാണ് സജീപ്പേടാ. സ്വീറ്റ് അല്ലേ? സ്വീറ്റ് അല്ല, ക്യൂട്ട് അല്ലേ? ഞാൻ ഹോട്ടാണ്. ആരാ? നോബിച്ചേട്ടൻ. അതിന്റെ പോസ് ഇഞ്ചക്ഷൻ അല്ല. കരയരുത്, ആരും കരയരുത്. പുതിയ ചാട്ടം എന്ന് വെച്ചാൽ ഇത്തിരി വേദന ഉണ്ടാവും, സഹിക്കുക. പുതിയ കുട്ടി വന്നിട്ടുണ്ട്, ആ കുട്ടിയെ പാനിക് ആക്കരുത് നമ്മള്. അങ്ങോട്ട് തിരിഞ്ഞോളെ, കൈ കൊണ്ടുവരാൻ എന്നൊന്നും പറയല്ലേ. നോബിച്ചേട്ടാ, അരക്ക് താഴെ മതിയാ. ശ്രീവിദ്യ പേടിക്കണ്ട കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, അറപ്പിക്കല്ലേ, ഇത് കഷ്ടം. ദൈവമേ ചേട്ടാ, എത്രയാണേലും പുതിയ ചാട്ടയില്ല ചേട്ടാ, പേടി ഉണ്ടാവും. നല്ല വെഞ്ചുണ്ടാവും. ജസീല അറിയാം? ഈ ചാട്ടം വേണ്ട, പഴയത് മതി. പഴയത് എന്താ ചെയ്യാ, ഈ ചാട്ടേ ഉള്ളൂ. പഴയതറ നല്ല പഴയല്ല, ഇതിലും അങ്ങ് മേടിച്ചാ മതി. അങ്ങ് ജസീല അരക്ക് താഴോട്ടെ. ജസീല, അരക്ക് താഴോട്ട്. നല്ല പെയിൻ ഉണ്ടാവേ. റെഡി, 1 2 3 go!
കൈക്കിട്ട് അടിക്കലെന്ന് പറഞ്ഞല്ലോ എന്റെ അടുത്ത്. താഴെ മുട്ടിന് താഴെ അടിക്കാൻ. കൈക്കിട്ട് അടിക്കലെന്ന് പറഞ്ഞല്ലോ എന്റെ അടുത്ത്. കഴിഞ്ഞിരിക്കണ കാര്യം എന്ത്? ഉണ്ടാക്കാൻ കൈ ചുമന്ന് അപ്പടാ. നോക്ക്. പോടാ തൊലി പോയടാ. ഓക്കെ, അടുത്ത ആള് എടി മുടി മാറ്റി. ഐശ്വര്യ കൈ മാറ്റിട്ട് ഇപ്പൊ ഒരാളെ കൈക്കിട്ട് കിട്ടിയ കാലം പെറുക്കടി. ലെഗിൻസിന്റെ അവിടെ വരേ. ബ്ലഡൊന്നും വേണ്ട, അടിച്ച് പൊട്ടിച്ചളഞ്ഞു. നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ആളെ അടിക്കണോ? റൂളാണല്ലോ അതുകൊണ്ട്. ഓക്കെ, ഓക്കെ. ലക്ഷ്മി ചേച്ചി, ഈ കാര്യത്തിൽ നമുക്ക് തീരുമാനിക്കാം. നെൽസൺ ചേട്ടനെ അടിക്കൂ. നിങ്ങൾ രണ്ടുപേരും വാ- അയ്യോ, നെൽസൺ ചേട്ടനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ല ബോധമില്ലാതെ ഇതിന് മേലോട് അടിച്ചാ തിരിച്ച. ആഞ്ഞടിച്ച എന്നോട് ക്ഷമിക്കണേ. ചേട്ടന്റെ ആ കാല് വേദനയാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ അടി വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാരും ഭയങ്കര സെൽഫിഷ് ആവുക, ടീംസ് അങ്ങോട്ട് കൂടെ, അല്ലെങ്കിൽ ഒരു ഫാമിലി. അല്ല, അത് അവസരം വരും. അല്ല, നവീൻ ചേട്ടനാണോ ഇനി ബാക്കി? അവിടെ കഴിഞ്ഞ എനിക്കടിക്കണ്ടേ? അല്ല, ഒരു സെക്കൻഡ്, ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാണ്. നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരാൾ, ആ കുട്ടി അടിക്കേണ്ട ആവശ്യമുണ്ട്. അതും നവീൻ ചേട്ടൻ വേണോ? അല്ല, റൂൾസ് ആയിരിക്കണം. കാര്യം ഇതിനു മുമ്പ് ഞാനൊക്കെ അടി കൊണ്ടിട്ടുള്ളത്. അത് പുതിയ ആളായാലും പഴയ ആളായാലും. കഴിഞ്ഞവണ ഇങ്ങനെ അടിച്ചിട്ടല്ലേ സ്വാസികയ്ക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നേ? ഒന്ന് പതുക്കെ മയത്തിലൊക്കെ അടിക്കുക. പുതിയൊരു കുട്ടിയാണത്. നോക്കട്ടെ, പുതിയ കുട്ടിയാണ്ട് പതുക്കെ അടിച്ചാൽ മതി. ഒരു ഓർമ്മ നിക്കണ്ടേ? വാ. വാസുവിനെ അടിച്ചത് നവീനായിരുന്നു അല്ലേ? അല്ല, അടിക്കുമ്പോ എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ചെറിയ കുട്ടിയാട്ടോ. അതിനെന്താ, ഒരു പാടെപ്പോഴുള്ള നല്ലതല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്തുവിടെ ഇത് സാധനം എടുത്ത് മാറ്റടേ, പഴയത് മതി. അല്ല, ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇപ്പൊ. ക്യാപ്റ്റൻ തീരുമാനിക്കൂ, പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടി അടിക്കണോ? ഞാൻ വേണ്ടാന്ന് എന്റെ അഭിപ്രായം. അത് വേണേ എന്നെ അടിച്ചോ അതിന് പകരമായിട്ട്. അങ്ങനെ പറ്റില്ല. അതെങ്ങനെ ശരിയാണോ? ഈ കുട്ടി അടിക്കണോ അടിക്കണ്ടേ? അത് നെൽസൺ ചേട്ടനെ തീരുമാനിക്കാം. എന്താ പറയണേ? വേണ്ട ചേട്ടൻ വേണ്ടെന്ന് പറയാൻ ഞാൻ ഇനി പരിസരത്ത് വരുത്തില്ല. നവീൻ ഇപ്പോൾ പതുക്കെ അടിക്കാന്ന് പറയാം, പക്ഷെ ഒരിക്കലും നവീൻ അങ്ങനെ അടിക്കില്ല. അതെ, നവീൻ നല്ല രീതിയിൽ തന്നെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നവീന്റെ സ്വഭാവം. വാട്ട് ഈസ് ദ ഡിസിഷൻ? ഫൈനൽ ഡിസിഷൻ എന്താണ്? ക്യാപ്റ്റൻ തീരുമാനിക്കാം. നമ്മളെ വച്ചാണ്ടത്തില്ല. കരയണ്ടടാ, കരയണ്ട. ഇനിയിപ്പം എന്ത് ചെയ്യാനാ? എന്തിനാ കണ്ണ് നിറയണേ? കരയണ്ട കേട്ടോ. ഫ്ലോറിൽ വന്ന ദിവസം കണ്ണ് നിറയാൻ പാടില്ല. തിരിഞ്ഞെന്ന് പ്രാർത്ഥിച്ചോളൂ. നവീൻ ആയതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് കാണാൻ വയ്യട്ടെ, ഞാൻ പോവാണ്. ഐ എം വെരി സോറി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അടിക്കുമ്പോ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ? പേടിക്കണ്ട, ഞാൻ അടിച്ചിട്ടുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത്. അതെ, സ്വാസികയുടെ ഇവിടെ ഒരു സ്റ്റിച്ചാണ്. പതുക്കടാ, എന്താ പൊന്നളിയാ? എന്താണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൊടുത്തൂടെ? പതുക്കെ അടിയടാ. ചട്ടത്തോട്ടായി കുറച്ചും കൂടെ നീങ്ങുന്നേ, കുറച്ചും കൂടെ. മതി. തിരിഞ്ഞു നിക്ക്. റെഡി? പിന്നെ എങ്ങനെ? ഇതെന്ന് പറയട്ടെ, സ്വാസികയ്ക്ക് ലെഫ്റ്റിന്നാണ് ഇങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെ പ്രശ്നം ഉണ്ടായത്. കിടന്ന് ഇപ്പൊ ഇടക്കിടെന്താണ് അടിക്കുമ്പോ? അതിന് പേടിണ്ടാവില്ലേ? നേരെ നിക്ക്. തലേരെ ഭാഗത്തോട്ട് വരരുത്, നീ താഴോട്ടോ. കറക്റ്റ് ഇവിടെ അടി. കിടന്ന് എവിടെ കൊണ്ടെന്ന് അറിയാത്ത അത്രയും വീശി എടുത്തപ്പോ എവിടെ കൊണ്ടെന്ന് അല്ലല്ല, ഇതൊന്നും ആക്സെപ്റ്റബിൾ അല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ